മൂര്യങ്കര ഷാരോൺ രാജ് വധക്കേസിൽ ദേവിയോട് സ്ത്രീനിലയത്തിൽ ഗ്രീഷ്മയും അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചു. നാളെ പ്രതികൾക്കുള്ള ശിക്ഷയും പ്രഖ്യാപിക്കും. ഈ കേസിൻ്റെ നാൾവഴികളെക്കുറിച്ച് മുമ്പ് 2-3 തവണ വാർത്താശകലങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഈ കേസിൻ്റെ മെരിറ്റ് എന്താണ്, വിചാരണ പുരോഗമിക്കുന്ന രീതിയൊക്കെ പ്രേക്ഷകരുമായി ഞങ്ങൾ പങ്കുവച്ചിരുന്നു. ഈ കേസ് നടക്കുന്നത് 2022 ഒക്ടോബർ 14-നാണ്. ഇതിനു മുമ്പ്, അതായത് ഈ പെൺകുട്ടിയെ ഗ്രീഷ്മയും ഷാരോണുമായി പ്രണയത്തിലായിരുന്നു. ഗ്രീഷ്മ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദമുള്ള പെൺകുട്ടിയാണ്. ഷാരോൺ രാജ് BSc അവസാന വർഷ വിദ്യാർത്ഥിയാണ്. ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. ഈ പ്രണയം വളരുന്നു. ഇവർ പല സ്ഥലങ്ങളിലും ഒരുമിച്ച് പോയിട്ടുണ്ട്, ഹോട്ടലുകളിൽ താമസിച്ചിട്ടുണ്ട്. ഫോട്ടോഗ്രാഫ്സും വീഡിയോസും ഉണ്ട് ഇതിൻ്റെ. ഈ ഗ്രീഷ്മ ഒരു സൈനികനുമായുള്ള വിവാഹബന്ധത്തിന് സമ്മതിക്കുന്നു. വീട്ടുകാർ നിർബന്ധിച്ചപ്പോൾ വിവാഹ നിശ്ചയവും ഉറപ്പിക്കുന്നു. വിവാഹ നിശ്ചയം നടക്കുന്നു. ഇതോടുകൂടി ഷാരോൺ രാജിനെ എങ്ങനെയെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, പ്രണയബന്ധം അവസാനിപ്പിക്കണം എന്ന് ഗ്രീഷ്മ നിശ്ചയിക്കുന്നു. പല ആവർത്തി, പലതവണ, പല വിധത്തിൽ പറഞ്ഞു നോക്കി. ഷാരോൺ രാജ് കേൾക്കുന്നില്ല. 10 മാസത്തെ തയ്യാറെടുപ്പിനൊടുവിലാണ് ഷാരോൺ രാജിനെ ഗ്രീഷ്മ വിഷം നൽകി കൊലപ്പെടുത്തുന്നത്. എങ്ങനെയാണ് സംഭവിച്ചത്? 2022 ഓഗസ്റ്റ് മാസം ഈ പെൺകുട്ടി അതിരാവിലെ തന്നെ ഗൂഗിൾ പരതുകയാണ്. ഇന്നൊരു ജ്യൂസ് ചലഞ്ച്, ജ്യൂസിനകത്ത് എത്രമാത്രം ഗുളികകൾ ഇട്ടാൽ, എത്രമാത്രം പാരസെറ്റമോൾ ഗുളികകൾ മനുഷ്യ ശരീരത്തിൽ കടന്നാലാണ് ആന്തരിക അവയവങ്ങളെ ബാധിക്കുക എന്നൊക്കെ ഈ പെൺകുട്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് മനസ്സിലാക്കുന്നു. അതിനനുസരിച്ച് ജ്യൂസ് ചലഞ്ച് നടത്തുന്നു. ഷാരോൺ പറയുന്നു ജ്യൂസ് ചലഞ്ച് നടത്താമെന്ന് പറഞ്ഞ് ജ്യൂസ് കുടിപ്പിക്കുന്നു. എന്നാൽ ജ്യൂസ് കുടിച്ച ഷാരോൺ അപ്പോൾ തന്നെ തുപ്പിക്കളഞ്ഞു. കയ്പാണെന്ന് പറഞ്ഞ് തുപ്പിക്കളഞ്ഞു. ഗ്രീഷ്മയ്ക്ക് മനസ്സിലായി നടക്കില്ല. അപ്പോൾ പറഞ്ഞു, ഒരുപക്ഷെങ്കിൽ ഈ കടകളിൽ ഇരുന്ന് പഴകിയ ജ്യൂസായിരിക്കാം, അതുകൊണ്ട് ശ്രീനിലയത്തിൽ ഗ്രീഷ്മ അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു. ഷാരോൺ രാജിനെ കബളിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ ഇവർ പലയിടത്ത് വെച്ച് കണ്ടു, സംസാരിക്കുമായിരുന്നു. അപ്പോഴും പ്രണയം വേണ്ട, പ്രണയം ഒഴിവാക്കണമെന്നൊക്കെ ഗ്രീഷ്മ പറയുമെങ്കിലും ഷാരോൺ രാജ് പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അത്രമാത്രം ആത്മാർത്ഥമായി ഷാരോൺ രാജ് ഗ്രീഷ്മയെ പ്രണയിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഈ ഒക്ടോബർ 14, 2024 ഒക്ടോബർ 14 രാവിലെ വീട്ടിൽ ആരുമില്ല, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പ്രലോഭനത്തിൽ വീഴ്ത്തിയാണ് ഷാരോൺ രാജിനെ പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുന്നത്. വീട്ടിൽ കൊണ്ടാക്കിയത് ഷാരോണിൻ്റെ അടുത്ത സുഹൃത്താണ് രജിനാണ്. അന്ന് ബൈക്കിൽ ഷാരോണിനെ ഗ്രീഷ്മയുടെ വീട്ടിൽ കൊണ്ടാക്കുന്നത്. ആ ദിവസം, അതായത് ഒക്ടോബർ 14 രാവിലെ 7:30 ഈ പെൺകുട്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു. എന്താണ് കള്ളനാശിനി കുടിച്ചാൽ എങ്ങനെ, എത്ര ml കുടിച്ചാൽ മനുഷ്യന് മരണം സംഭവിക്കും, ആന്തരികാവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കും എന്നൊക്കെ കൃത്യമായി പഠിച്ച ശേഷമാണ് ഈ വിഷം കഷായത്തിൽ കലക്കി കൊടുക്കുന്നത്. കഷായ ചലഞ്ചായിരുന്നു അത്. കഷായം കുടിപ്പിച്ചു. ആദ്യം ജ്യൂസ് കുടിപ്പിച്ചു. ഈ കഷായം കുടിപ്പിച്ച ശേഷം പിന്നെ കയ്പ് മാറാൻ വേണ്ടി ജ്യൂസും കുടിപ്പിച്ചു. എന്നിട്ട് ഷാരോൺ രാജ് പറയുന്നുണ്ട്, ഇത് കഷായവും ജ്യൂസും കുടിച്ച ശേഷം വയറിന് ഭയങ്കര അസ്വസ്ഥത, ശാരീരിക അസ്വസ്ഥത എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, ചിലപ്പോൾ അത് ഇരുന്ന് പഴകിയ ജ്യൂസായിരിക്കാം, നീ മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്തെങ്കിലും ഗുളിക വാങ്ങി കഴിക്കുക എന്നൊക്കെ പറയുന്ന ഓഡിയോ സന്ദേശങ്ങളും പിന്നീട് പുറത്തു വന്നിരുന്നു. ഇത് ഗ്രീഷ്മ ഇങ്ങനെയൊക്കെ ചെയ്തു. ഷാരോൺ രാജ് നീണ്ട 11 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഒക്ടോബർ 25 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് മരണമടയുന്നത്. പല സ്ഥലത്തും ചികിത്സ തേടി. പക്ഷേ ഈ വിഷാംശം, അതായത് 15 ml വിഷാംശം, ഈ കളനാശിനി ശരീരത്തിനുള്ളിൽ പോയാൽ തന്നെ ആന്തരിക അവയവങ്ങളായ കരൾ, ശ്വാസകോശം, അതുപോലെ തന്നെ വൃക്ക എന്നിവയുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം ഈ ഡോക്ടർമാരുടെയൊക്കെ മൊഴി കോടതി എടുക്കുകയും ഇവരെ വിചാരണ കോടതിയിൽ വിസ്തരിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമായും അന്ന് ആരംഭഘട്ടത്തിൽ ഈ പെൺകുട്ടി ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് മാറിപ്പോകാൻ ശ്രമിച്ചു. ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ജ്യൂസ് കൊടുത്തതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. പോലീസിൻ്റെ അന്വേഷണം വഴിതെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെയെല്ലാം പോലീസ് കൃത്യമായി ഇടപെട്ട് കൂട്ടുത്തരവാദിത്വത്തോടു കൂടി കാര്യങ്ങൾ നീക്കിയപ്പോഴാണ് തെളിവുകൾ എല്ലാം ലഭിച്ചത്. അതുമാത്രമല്ല, ഷാരോൺ രാജിൻ്റെ വീട്ടുകാർ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്ന രേഖകളെല്ലാം പോലീസിനെ കാണിച്ചു കൊടുത്തു. ഇവർ അവസാന ദിവസങ്ങളിൽ സംസാരിച്ച ഓഡിയോ ചാറ്റുകൾ പോലീസിന് ലഭിച്ചു. ഇത് പിന്നീട് ഫോറൻസിക് പരിശോധനയിൽ, അതായത് ഗ്രീഷ്മയുടെയും ഷാരോൺ രാജിൻ്റെയും മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ ഡിജിറ്റൽ തെളിവുകളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രധാനമായും പോസ്റ്റ്മോർട്ടം നടപടികൾ നിയന്ത്രിച്ച ഡോക്ടർ ധന്യ രവീന്ദ്രൻ, അതായത് പോലീസ് സർജൻ ധന്യ രവീന്ദ്രൻ പറയുന്നത്, ഷാരോൺ രാജിന് മറ്റ് അസുഖങ്ങൾ യാതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിഷം ഉള്ളിൽ ചെന്നിരുന്നു. പക്ഷേ വിഷാംശം കണ്ടെത്താൻ കഴിയില്ല. കാരണം
24 മണിക്കൂറിനുള്ളിൽ ഈ വിഷം വിസർജ്യത്തിലൂടെ പുറത്തു പോകും. പക്ഷേ ഇത് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളെ മുഴുവൻ നശിപ്പിച്ച ശേഷമാണ് ഇങ്ങനെ പുറത്തോട്ട് പോകുന്നത്. പിന്നെ ഷാരോൺ രാജിനെ 3 തവണ ഡയാലിസിസിന് വിധേയനാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ രക്തത്തിൽ നിന്ന് വിഷാംശം കണ്ടെത്തുക പ്രയാസമാണ്. പക്ഷേ വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് ഈ പ്രശ്നമുണ്ടായത് എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ധന്യ രവീന്ദ്രൻ മൊഴി കൊടുത്തു. അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ വിഭാഗത്തിൻ്റെ തലവനായിരുന്ന ഡോക്ടറും കോടതിയിൽ മൊഴി നൽകിയിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്. ഡോക്ടർ അരുൺ അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്. ഇദ്ദേഹത്തിന് മറ്റ് യാതൊരു അസുഖങ്ങളുമില്ല. ഇത് വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണ് ഈ അപകടം, ഇദ്ദേഹത്തിന് ഈ അസുഖം വന്നിരിക്കുന്നത്, ആന്തരിക അവയവങ്ങൾക്ക് പ്രശ്നം വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു. പിന്നെ മെഡിക്കൽ കോളേജിൽ ഷാരോണിനെ ചികിത്സിച്ച മറ്റു ഡോക്ടർമാർ സഹോദരൻ ഷിജിനോട് ഇക്കാര്യങ്ങളെല്ലാം വിശദമാക്കിയിരുന്നു. വിഷം കഴിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ഷിജിനും സഹോദരന് ബോധ്യമാകുന്നത് മുമ്പ് ഇവർ നടത്തിയ ജ്യൂസ് ചലഞ്ചൊക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കാം, അങ്ങനെ കൊലപ്പെടുത്താനുള്ള ചിന്തയായിരിക്കാം. അങ്ങനെ ഷിജിനാണ് ഇതെല്ലാം പോലീസിന് വിവരങ്ങൾ കൈമാറുന്നത്, ജ്യൂസ് ചലഞ്ചിൻ്റെ കാര്യവുമൊക്കെ പറയുന്നത്. അതിൻ്റെ തെളിവുകൾ പോലീസിന് മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. ഇതിൽ പ്രധാനമായും പോലീസിന്, അതായത് പോലീസ് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി ഇതിൻ്റെ പ്രചോദനം, എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഗ്രീഷ്മ ഷാരോൺ രാജിനെ വകവരുത്താൻ ശ്രമിച്ചത്, അതായത് കൊലപാതകത്തിനുള്ള പ്രേരണ എങ്ങനെ, ഇത് കണ്ടെത്തുകയായിരുന്നു പ്രയാസം. കാരണം ഒരു സൈനികനുമായുള്ള വിവാഹ നിശ്ചയം നടന്നിരുന്നുവെന്ന് പോലീസിന് വിവരം ലഭിച്ചു. പിന്നെ ഈ സൈനികൻ്റെ വീട്ടിൽ പോയി ആ സൈനികൻ്റെയും ബന്ധുക്കളുടെയും മൊഴി പോലീസ് കളക്ട് ചെയ്തു. അതുപോലെ അവരുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ആൽബം അതും പോലീസ് കളക്ട് ചെയ്തു. അതൊക്കെ തെളിവായി കോടതിയിൽ നൽകി. എന്തിന്, ഗ്രീഷ്മയുടെ ജാതകം പോലും പോലീസ് പരിശോധിക്കുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിനകത്ത് 142 സാക്ഷികളാണുള്ളത്. ഇവരെയാണ് കോടതി വിസ്തരിച്ചത്. വിസ്താരം തുടങ്ങിയതാകട്ടെ കഴിഞ്ഞ ഒക്ടോബർ 15-നാണ്, അതായത് 2023 ഒക്ടോബർ 15-ന് ഷാരോൺ രാജ് വിഷം കുടിപ്പിക്കപ്പെട്ട, അതായത് ഗ്രീഷ്മ വിഷം കൊടുത്ത ശേഷം ഷാരോൺ രാജ് ആശുപത്രിയിലാകുന്ന അതേ ദിവസങ്ങളിൽ തന്നെയാണ്, 1 വർഷം തികയുമ്പോഴാണ് വിചാരണ തുടങ്ങിയത് സെഷൻസ് കോടതിയിൽ. അപ്പോൾ 142 സാക്ഷികളെ വിസ്തരിച്ചു. 175 രേഖകൾ കോടതി പരിശോധിച്ചു. അതുപോലെ തന്നെ 55 തൊണ്ടിമുതലുകൾ അതും കോടതി പരിശോധിച്ചു. അതിനുശേഷമാണ് ഇതെല്ലാം, ഈ രേഖകളൊക്കെ കൃത്യമായി കോടതിയെ ധരിപ്പിക്കാൻ പറ്റി, കൃത്യമായി കോടതിയിൽ അവതരിപ്പിക്കാൻ പറ്റി എന്നതാണ് പ്രോസിക്യൂഷൻ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനീത് കുമാറിന് ഗുണമായി തീർന്നത്. പോലീസ് നൽകിയ തെളിവുകളൊക്കെ യഥാസമയം കൃത്യമായി കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു, കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. ഈ പെൺകുട്ടിയെ കൊണ്ട് തന്നെയാണ് ആദ്യം പറഞ്ഞു ഇല്ല വിഷം കൊടുത്തിട്ടില്ല, കളനാശിനിയൊന്നും കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പെൺകുട്ടി ആയുർവേദ കഷായം മാത്രമാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ഇന്ന ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്നാണ് അല്ലെങ്കിൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയതെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസിനെ വഴിതെറ്റിക്കാൻ ഒരുപാട് ശ്രമിച്ചു. എന്നിട്ട് ആ കടകളിൽ പോയപ്പോൾ അങ്ങനെ ഒരു കഷായവും ഇല്ല, അങ്ങനെ ഒരു കഷായം ഇവർക്ക് കൊടുത്തിട്ടുമില്ല എന്ന് പോലീസിന് ബോധ്യമായി. പിന്നീട് വിഷം ഇതാണ് കളനാശിനിയാണ് വാങ്ങിയതെന്ന് തെളിഞ്ഞു. വാങ്ങിക്കൊടുത്തത് നിർമ്മലകുമാരൻ നായരാണെന്ന് തെളിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ഉപയോഗിച്ച ശേഷം, അതായത് ഷാരോണിന് കഷായത്തിൽ വിഷം കലർത്തി കൊടുത്തതിന് ശേഷം ഈ കുപ്പി ബോട്ടിൽ ഉപേക്ഷിച്ചിരുന്നു. 3-ാം പ്രതിയായ നിർമ്മലകുമാരൻ നായരെയും കൊണ്ടുപോയി ആ കുപ്പി കണ്ടെടുത്തു. എന്നിട്ട് ഇതിൻ്റെ ലേബൽ ഇളക്കി മാറ്റിയിട്ടിരുന്നു. ആ ലേബൽ കണ്ടെടുത്തിട്ട് ശാസ്ത്രീയ പരിശോധനയിലൂടെ ഈ കുപ്പിയുടെ തന്നെ, അതായത് കളനാശിനിയുടെ പേര് തന്നെയാണ് ഈ ലേബലിലുള്ളത് എന്ന് തെളിയിച്ചു. അങ്ങനെ ഒരു കൃത്യമായ അന്വേഷണം, പിന്നെ ഡിജിറ്റൽ തെളിവുകൾ, പിന്നെ ഡോക്ടർമാരുടെ മൊഴികൾ, ഇതെല്ലാം വളരെ വിശ്വസനീയമാവുകയും തെളിവുകളെല്ലാം അക്കമിട്ട് നിരത്തുകയും ചെയ്തുകൊണ്ടാണ് ഗ്രീഷ്മയും നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതിക്ക് വിധിക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല ഈ സിന്ധുവിനെ പ്രതി ചേർക്കാത്തത്, സിന്ധുവിന് എതിരെ സംശയങ്ങളാണുള്ളത്. സംശയത്തിൻ്റെ സാഹചര്യത്തിൽ അതുകൊണ്ടാണ് സിന്ധുവിനെ ഒഴിവാക്കുന്നത് എന്ന് കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ സിന്ധുവിനെ ഒഴിവാക്കാൻ പാടില്ലായിരുന്നു, സിന്ധുവിന് കൂടി ശിക്ഷ ലഭിക്കണമായിരുന്നു എന്നാണ് ഷാരോൺ രാജിൻ്റെ വീട്ടുകാരുടെ വാദം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മയുടെ ആസൂത്രണവും കൊലപാതകവും, ഷാരോൺ രാജ് കൊലക്കേസിൽ കേരള പോലീസ് നടത്തിയ അന്വേഷണം, ഇതൊക്കെ വരും നാളുകളിൽ, അതായത് പോലീസിൻ്റെ പാഠ്യ വിഷയമാകും. എൻ്റെ ഒരു ധാരണ വച്ചിട്ടാണെങ്കിൽ ഇന്ത്യൻ പോലീസിന് തന്നെ മാതൃകാപരമായ ഒരു അന്വേഷണമാണ് ഷാരോൺ വധക്കേസിൽ കേരള പോലീസ് നടത്തിയത്. പ്രതികൾക്ക് ശിക്ഷ ഉറപ്പ് വരുത്തിയത്.